പരസ്പരം ചുംബിക്കുന്നതിനൊരു മടിയുമില്ല, പലതിനും ഒരു മടിയുമില്ല. അതുകൊണ്ടാണ് എൻ്റെ മകളെ ചേർത്തി പഠിപ്പിക്കുന്ന കോളേജിന്റെ ക്യാമ്പസ് അത് വളരെ ഭദ്രമാണോ, എൻ്റെ മകൾക്ക് നല്ല അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചു വളരാൻ ആ ക്യാമ്പസിൽ ഉപകാരമുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് വേണം ഏത് ക്യാമ്പസിലും നമ്മുടെ മക്കളെ ചേർത്തി പഠിപ്പിക്കാൻ. കുട്ടികളെ കയ്യിൽ മൊബൈൽ കൊടുത്ത് ശീലിപ്പിക്കുന്ന ഉമ്മമാരുണ്ട്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഉമ്മാന്റെ മൊബൈല് അതാ റിംഗ് ചെയ്യുന്നു, കോള് വരുന്നുണ്ട്. ആ കോള് വരുമ്പോ ഉമ്മ ചിലപ്പോൾ അടുക്കളയിലാണ്, എന്നാൽ ഉമ്മ കുട്ടിയോട് പറയാണ് ആ മൊബൈൽ ഒന്ന് കൊണ്ടുവാ. അതൊരു നല്ല സ്വഭാവമല്ല. എന്തേ കാരണം? ആ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ കയ്യിൽ പിടിക്കാൻ ഉമ്മ ഒരു സമ്മതം കൊടുത്തതുപോലെയാണ്, ഉമ്മ അവസരം കൊടുത്തതുപോലെയാണ്. ഒരിക്കലും പാടില്ല. അതോടുകൂടെ ഞാൻ ഒന്നും കൂടി പറയാണ്, ഇതുപോലെ അതാ പലതും ചിലപ്പോൾ ഉമ്മമാര് മൊബൈലിൽ ഇങ്ങനെ കാണുമ്പോ സ്വന്തം കുട്ടിയെയും അടുത്ത് ഇരുത്തിയിട്ടാണ് പലതും കാണുന്നത്. അത് പലതും കാണാൻ പറഞ്ഞ തെറ്റ് ഉമ്മമാര് കാണുന്നു എന്നല്ല ഞാനീ പറഞ്ഞത്. അതേസമയം ചിലപ്പോൾ നല്ലത് കണ്ടുകൊണ്ടിരിക്കേ, അങ്ങനെയാണല്ലോ, കുറച്ച് അങ്ങോട്ട് ചെയ്താൽ മതി, താഴെയുള്ളത് മോശമായിരിക്കും, വളരെ മോശപ്പെട്ട വീഡിയോ ആയിരിക്കും. പക്ഷേ അതിങ്ങനെ ഉമ്മയങ്ങ് ചിലപ്പോൾ ഉമ്മയങ്ങ് മറിക്കും, വേഗം മറിക്കും. അത് കാണണ്ട എന്ന് വെച്ച് ഉമ്മ മറിക്കും. പക്ഷേ ഒറ്റ നോട്ടത്തിൽ ഇത് ഉമ്മാന്റെ കൂടെ ഇരിക്കുന്ന കുഞ്ഞങ്ങ് കണ്ടുപോയാൽ ആ കുട്ടിയുടെ കൽബിൽ അതങ്ങ് പതിഞ്ഞുപോയി. കാരണം കുട്ടിയുടെ മനസ്സ് വളരെ ക്ലിയറുള്ള മനസ്സാണ്. അതേ, ഒരു അടയാളവും ഇല്ലാത്ത, ഒരു ഡോട്ട് പോലും ഇല്ലാത്ത നല്ലൊരു കണ്ണാടി പോലെയാണ്. ഏത് സമയത്ത് അതിൽ എന്തും പതിഞ്ഞു പോകാനിടയുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കൾ കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കേണ്ടത് നല്ലത് മാത്രം മക്കളുടെ മനസ്സിൽ പതിപ്പിക്കാനാണ്. സ്വന്തം പെൺകുട്ടികൾ കുപ്പായം ധരിക്കുമ്പോ നല്ല വസ്ത്രം ധരിപ്പിക്കാൻ ശ്രമിക്കണോ. ആ ബോധമുള്ള ഉമ്മമാരാകണോ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ എത്ര ലജ്ജയോടെയാണ് നടന്നത് ഉമ്മമാരെ. ആ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ സ്വർഗത്തിൽ നിങ്ങളെ സ്വീകരിക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മുഖത്തേക്ക് നോക്കണ്ടയോ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വസ്ത്രധാരണ വേണോ? എത്ര നല്ല ലജ്ജയോടെയാണ് ഇന്നത്തെ, അതേ, എത്ര നല്ല ലജ്ജയോടെയാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ജീവിച്ചത്. അതേ സമയത്ത് ഇന്നത്തെ കോളേജിൽ പോകുന്ന പെൺകുട്ടികളുടെ അവസ്ഥ എന്താണ്? പെൺകുട്ടികളുടെ അവസ്ഥ എന്താണ്? പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞാൻ പെൺകുട്ടികളെ കുറിച്ച് മാത്രം പറയുന്നു എന്നല്ല, ആൺകുട്ടികളുടെയും അവസ്ഥ എന്താണ്? പെൺകുട്ടികളെ കുറിച്ച് ഞാൻ അങ്ങ് പറഞ്ഞപ്പോൾ അതങ്ങ് പറഞ്ഞു എന്നുള്ളൂ. എന്തൊക്കെയാണ് വസ്ത്രധാരണ, ഏതെല്ലാം വസ്ത്രം ധരിക്കുന്നു, എന്നിട്ട് കോളേജിന്റെ അകത്ത് എന്തെല്ലാമാണ് നടക്കുന്നത്. പരസ്പരം ചുംബിക്കുന്നതിനൊരു മടിയുമില്ല, പലതിനും ഒരു മടിയുമില്ല. അതുകൊണ്ടാണ് എൻ്റെ മകളെ ചേർത്തി പഠിപ്പിക്കുന്ന കോളേജിന്റെ ക്യാമ്പസ് അത് വളരെ ഭദ്രമാണോ, എൻ്റെ മകൾക്ക് നല്ല അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചു വളരാൻ ആ ക്യാമ്പസിൽ ഉപകാരമുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് വേണം ഏത് ക്യാമ്പസിലും നമ്മുടെ മക്കളെ ചേർത്തി പഠിപ്പിക്കാൻ. നല്ല ലജ്ജയുള്ള പെൺകുട്ടികളായി നമ്മുടെ പെൺകുട്ടികൾ വളർന്നു വരണോ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ മഹദിയുടെ ചരിത്രത്തിൽ കാണാമല്ലോ. മഹദി എന്താ പറയുന്നത്? ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ എൻ്റെ റൂമിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫ് ഉള്ളത്. എന്നിട്ടോ എൻ്റെ ബാപ്പ വഫാത്തായപ്പോൾ ആരാണ് ബാപ്പ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ എൻ്റെ പിതാവ് വഫാത്തായപ്പോ എൻ്റെ ബാപ്പയെയും മറവ് ചെയ്തത് എൻ്റെ മുറിയിലാണ്. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ മുറിയിലോട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഞാൻ കൂടുതലൊന്നും എൻ്റെ വസ്ത്രത്തെ കുറിച്ച് ചിന്തിക്കാറില്ല. കാരണം എനിക്ക് വശമല്ല. ഒന്ന് എൻ്റെ ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്, മറ്റൊന്ന് എൻ്റെ ബാപ്പയാണ് സിദ്ദീഖുൽ അക്ബർ
റളിയല്ലാഹു അൻഹു ആണ്. അതേ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ എൻ്റെ ഭർത്താവല്ല, ബാപ്പയല്ല, സഹോദരനല്ല, പരസ്പരം കാണൽ അനുവദനീയമായവരല്ല, തൊടാൻ അനുവദനീയമായവരല്ല, ആവശ്യത്തിനല്ലാതെ സംസാരിക്കാൻ പാടില്ലാത്തവരാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോഴും എൻ്റെ മുറിയിൽ തന്നെയാണ് മറവ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ അങ്ങ് മറവ് ചെയ്തതിന് ശേഷം പിന്നെ പൂർണ്ണമായും വസ്ത്രം ധരിച്ചിട്ടല്ലാതെ ഞാൻ അങ്ങോട്ട് കടന്നിട്ടില്ല. അതിന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന ന്യായം എന്താണ്, കാരണം എന്താണ്? ഹയാഅൻ മിൻ ഉമറ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടുള്ള ലജ്ജ കൊണ്ടാണ് കേട്ടോ. ഏത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കുറിച്ചാണ് പെൺകുട്ടികളെ ഇത് പറയുന്നത്? ജീവിച്ചിരിപ്പുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചല്ല, വഫാത്തായിട്ട് ഖബറിൽ കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോടുള്ള ലജ്ജ കൊണ്ടാണ് പൂർണ്ണമായും വസ്ത്രം ധരിച്ചു പോകുന്നത് എന്നാ പറഞ്ഞത്. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വഫാത്തായി കിടക്കുന്ന അന്യ പുരുഷന്മാരോട് പോലും ലജ്ജ കാണിച്ചിട്ട് വസ്ത്രധാരണ ക്ലിയർ ചെയ്തിരുന്നു എന്നാണല്ലോ. അതേ സമയത്ത് ഇന്നത്തെ പെൺകുട്ടികളുടെ അവസ്ഥ എന്താണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയ, എല്ലാവർക്കും വലിയ പേടിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ. കാരണം ഹക്ക് കണ്ടാൽ തുറന്ന് പറയുന്ന മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് എല്ലാവർക്കും പേടിയാണ്. ഇന്നിപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പോലത്തെ ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണ് കുറേ എന്തൊക്കെ തോന്നിവാസങ്ങൾ നടക്കുന്നത്. കല്യാണത്തിൻ്റെ പേരിലായാലും വേറെ എന്തും തോന്നിവാസം നടക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പോലത്തെ ആളുകളില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ കുറേ മുമ്പൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കുട്ടികൾ പറഞ്ഞതുപോലെ കേട്ടില്ലെങ്കിൽ, ചെറിയ കുട്ടികൾ ഒരു പറഞ്ഞതുപോലെ കേട്ടില്ലെങ്കിൽ, ചിലപ്പോൾ ഉമ്മ കുളിപ്പിക്കാൻ വിളിച്ചാൽ കുട്ടി പോയില്ലെങ്കിൽ, ഭക്ഷണം കൊടുക്കാൻ ഉമ്മ വിളിച്ചാൽ കുട്ടി അങ്ങ് പോയില്ലെങ്കിൽ, ഞങ്ങളെ നാടുകളിലൊക്കെ കുട്ടികളെ പറഞ്ഞിട്ട് അനുസരിപ്പിക്കണ ഒരു ശൈലിയുണ്ട്. നിങ്ങൾ ഇവിടെ എങ്ങനെ നിങ്ങൾക്കറിയില്ല, ഇവിടെ എങ്ങനെ പഠിപ്പിക്കുക? ഒന്ന് പറയൂ ചങ്ങായിമാരെ, ഒന്ന് പറ, എന്നാലല്ലേ ഇപ്പം നിങ്ങൾ ഉണർവിലുണ്ടോയെന്ന് അറിയണേ. എന്താ പറയാ? ഇന്നത്തെ മക്കൾക്കൊന്നും അറിഞ്ഞോണമെന്നില്ല. ഇന്നിപ്പോൾ അങ്ങനെ പേടിപ്പിക്കലൊന്നുമില്ലല്ലോ. മൊബൈൽ കൊടുത്താൽ മതി, എവിടെ നിന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. മൊബൈൽ കൊടുത്താൽ എല്ലാം വരും. അതല്ല, ഈ മൊബൈൽ ഇങ്ങനെ ഒന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് എന്താ പേടിപ്പിച്ചിരുന്നത് ഒന്ന് പറ. കുറച്ചൊക്കെ പ്രായമുള്ളവർ ഈ സദസ്സിലുണ്ടല്ലോ, എല്ലാവരും മക്കളൊന്നും അല്ലല്ലോ. എന്താ പറഞ്ഞേ? അതൊന്നുമില്ല ഇവിടെ ഇല്ല. നിനക്കറിയാഞ്ഞിട്ടാ, നീ എൻ്റെ ഉമ്മാനോട് പോയി ചോദിച്ചു നോക്ക്, അപ്പം ഉമ്മ അറിഞ്ഞുതരും. ചില നാടുകളിലൊക്കെ ഉണ്ടാകുന്ന എന്താ, പിന്നെ എന്താണ്, പട്ടാണി വരുമെന്ന് പറയും. പട്ടാണി, പ്രേതം വരും എന്നൊക്കെ പറയും. അതല്ല, വേറെ ചില നാട്ടിൽ അങ്ങനെ പറയും, പട്ടാണി വരും. പട്ടാണി വന്നാൽ നിന്നെ ചാക്കിലിട്ട് കൊണ്ടുപോകും അല്ലേ? അതിന് നിങ്ങളിവിടെ വേറെന്തോ പറയായിരിക്കും. എന്താ അവരെ ചാക്കിലിട്ട് കൊണ്ടുപോകും പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ തലം കാട്ടി. പക്ഷെ ആര് വരുമെന്നായി പറയണേ? അങ്ങനെയുള്ള ഒരാൾ നാട്ടിൽ എവിടെ ഇല്ല ഉമ്മ, എവിടെ ഇല്ല. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനെയാ പറയാം. ഞങ്ങളെ നാട്ടിൽ ജോയി വരും എന്നാ പറയണേ. ജോയി വന്നിട്ട് കൊണ്ടുപോകുന്നെ, അതുകൊണ്ട് ജോയി വരും അങ്ങനെ പറയാം. ചില നാട്ടിലൊക്കെ അങ്ങനെ പറയും. ചില പഴയ നാടുകളിലൊക്കെ പട്ടാണി വന്നിട്ട് നിന്നെ ചാക്കിലിട്ടിട്ട് കൊണ്ടുപോകുന്ന പറയും. ചാക്കിലിട്ട് കൊണ്ടുപോകും. അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ കുട്ടികൾ ഏതെങ്കിലും ഒരു ചങ്ങാതി ചാക്കിലിട്ടിട്ട് എന്തെങ്കിലും കൊണ്ടുപോവാണെങ്കിൽ ഈ കുട്ടി ഉമ്മാനോട് ചോദിക്കും, ബാപ്പാനോട് ചോദിക്കും, അതാണോ ആ പട്ടാണി ചാക്കിലിട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ അതന്നെയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഓനങ്ങ് പേടിച്ചു, എന്നെ അതുപോലെ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട്. എന്നാൽ അക്കാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അന്ന് എല്ലാവർക്കും വലിയ പേടിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോടുള്ള ലജ്ജ കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയണമെങ്കിൽ, ആ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അന്യ പുരുഷന്മാർക്ക് മുന്നിൽ എത്ര കണ്ട് വസ്ത്രധാരണ ശ്രദ്ധിച്ചിരുന്നു. അതാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്.